ശുശ്രൂഷകൻ എന്ന നിലയിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ന് എനിക്ക് പറയുവാൻ കഴിയുന്നത്, എവിടെയാണോ നിങ്ങൾ കയ്പ് അനുഭവിച്ചത് അതിൻ്റെ തൊട്ടരികിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് ആ കയ്പിനെ മധുരമാക്കാൻ കഴിയുന്ന ഒരു വൃക്ഷം ദൈവം നട്ടു വളർത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാധ്യമത്തിൽ കൂടി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സങ്കീർത്തന പഠന പരമ്പരയുടെ തുടക്കത്തിൽ എനിക്ക് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാൻ ഇങ്ങനെ ലഭിച്ച അവസരത്തിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. 1-ാം സങ്കീർത്തനമാണ് എനിക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. വളരെ അനുഗ്രഹീതമായ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന അനേക ചിന്തകൾ അടങ്ങിയിരിക്കുന്ന ഒരു അനുഗ്രഹീത സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങളുടെ ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ വളരെ പ്രത്യേകതയുള്ള ഭാഗ്യവാന്മാരെ കുറിച്ചുള്ള ഒരു ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ എന്ന ആ ഒരു ചിന്തയിലാണ് സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ. നമുക്കറിയാം, ഈ കാലഘട്ടം ഭാഗ്യാന്വേഷികളുടെ കാലഘട്ടമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ജാക്ക് പോട്ടുകൾ, കോടിക്കണക്കിന് തുക ലഭിക്കുന്ന ജാക്ക് പോട്ടുകളൊക്കെ ലഭിച്ച് ഒറ്റ ദിവസം കൊണ്ട് ധനം അതുപോലെ ലഭിക്കുകയും അങ്ങനെ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക്, ലോകത്തിൻ്റെ കാഴ്ചപ്രകാരം ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് അനേകർ നടന്നു കയറിയ വിവരങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ കാണാറുണ്ട്. എന്താണ് യഥാർത്ഥ ഭാഗ്യാവസ്ഥ? ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നമുക്ക് ലഭിക്കുന്നതാണോ യഥാർത്ഥ ഭാഗ്യാവസ്ഥ? ദൈവവചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇവിടെ 1-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്ന ഒരു ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് അവിടെ പറയുന്നുണ്ട്, ഇല്ലേ? അദ്ദേഹത്തിൽ, ആ ഭാഗ്യവാനിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണവിശേഷങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് കേവലം 6 വാക്യങ്ങളെ ഉള്ളൂ എങ്കിലും വളരെ ആധികാരികമായിട്ടുള്ള ദൈവവചനത്തിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടിനെയാണ് ഈ 6 വാക്യങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ പറയുന്നു, ആരാണ് ഭാഗ്യവാൻ? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുകയും അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന പ്രത്യേകതകൾ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവർക്ക് കിട്ടിയിരിക്കുന്ന തോറ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ അതവർ പാരായണം ചെയ്യാനും അതിൽ സന്തോഷിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകതയുള്ളൊരു വിഭാഗമാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ യഹൂദന്മാർ. അവരുടെ കൂടാരപ്പെരുന്നാളിൽ ഒരു പ്രത്യേക ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ ആണ്ടുതോറും ഓരോ ദിവസവും തുടർന്ന് വരുന്ന തോറ പാരായണം അവസാനിപ്പിക്കുകയും, അതായത് പഞ്ചഗ്രന്ഥങ്ങളിൽപ്പെട്ട 5 പുസ്തകങ്ങൾ ഓരോ ദിവസവും അവർ ധ്യാനത്തിനായി, പഠനത്തിനായി വീടുകളിലിരുന്ന് വായിക്കുകയും ആവർത്തന പുസ്തകം, ഒടുവിലത്തെ പുസ്തകമായ ആവർത്തന പുസ്തകം വായിച്ച് അവസാനിപ്പിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങ് അവരുടെ രാജ്യത്ത് അവർ നടത്താറുണ്ട്. അതിന് സിംചാ തോറ എന്നാണ് പറയുന്നത്. സിംചാ തോറ അത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ്. കൂടാരപ്പെരുന്നാൾ, ആ അവസാനത്തെ പെരുന്നാളാകുന്ന കൂടാരപ്പെരുന്നാളിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസമാണ് ഈ സിംചാ തോറ. ഇപ്പം ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് അവരെത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നു എന്നത് നാം തിരിച്ചറിയുന്നത് ലോകത്തിൽ ബുദ്ധിയുടെ കാര്യത്തിലും മറ്റ് സാങ്കേതികത്വത്തിൻ്റെ കാര്യത്തിലാണേലും അവർ 1-ാം സ്ഥാനത്തെത്തി നിൽക്കുന്നു എന്നുള്ള കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ പ്രമാണിക്കുന്നവർക്കെല്ലാം നല്ല ബുദ്ധിയുണ്ട് എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആ ന്യായപ്രമാണം അതുപോലെ പ്രമാണിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന യഹൂദനെ ലോകത്തിൽ ബുദ്ധി രാക്ഷസന്മാരാക്കി ഇന്ന് നിലവിൽ
നോബൽ സമ്മാനങ്ങളിൽ ഒരു 80-85% ഈ യഹൂദന് സ്വന്തമാണെന്ന് പറയുമ്പോൾ എത്രത്തോളം അവർ ബുദ്ധിമാന്മാരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ സാങ്കേതികമായി ഉന്നത നിലയിലാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. എന്താണ് അതിൻ്റെ കാരണം? ദൈവവചനത്തോട് അവർ പുലർത്തുന്ന നീതി, ദൈവവചനത്തോട് അവർ കാണിക്കുന്ന ആത്മാർത്ഥത ഇന്നും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ന്യായപ്രമാണം, അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന വചനം പ്രമാണിക്കുക, അത് പാനം ചെയ്യുക, അത് പരിശീലിക്കുക എന്നുള്ളത് അവർ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി മാറിയിട്ടുണ്ട്. ഇവിടെ സങ്കീർത്തനത്തിൽ ഇതിൻ്റെ എഴുത്തുകാരനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അതൊക്കെ തർക്ക വിഷയമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കടക്കാൻ ഉള്ള സാഹചര്യം നമുക്കില്ല. മോശയാണേലും ദാവീദാണേലും എഴുതിയിരിക്കുന്ന കാര്യം വളരെ ആപ്റ്റായിട്ടുള്ള കാര്യമാണ്. ആരാണ് ഭാഗ്യവാൻ? എന്താണ് ഭാഗ്യാവസ്ഥ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും ആ ന്യായപ്രമാണത്തെ ധ്യാനിക്കുകയും ചെയ്യാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ അത് ഭാഗ്യവാൻ എന്ന പദവിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല. ഇവിടെ 3 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 ഗ്രൂപ്പ്. ദുഷ്ടന്മാർ, അവർക്ക് ആലോചനയാണുള്ളത്. അടുത്തത് പാപികളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള വഴിയുണ്ട്. 3ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പരിഹാസികളാണ്, അവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങളുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല, പാപികളുടെ വഴിയിൽ നിൽക്കാൻ പാടില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പാടില്ല. ശ്ലീഹ പത്രോസിനെ നാം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒടുവിൽ വന്നിരിക്കുന്നത് പരിഹാസികളുടെ ഇരിപ്പിടത്തിലായിരുന്നു. ആ ജീവിതം പഠിക്കുമ്പോൾ പത്രോസിന് ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്ന ആ നടപ്പിൽ തന്നെ ദുഷ്ടൻ്റെ ആലോചന പത്രോസ് ഏറ്റെടുക്കുന്നുണ്ട്. നീ മരിക്കാൻ പാടില്ല. ആ തുടക്കം കൊണ്ട് എത്തിച്ചത് പരിഹാസികളുടെ നടുവിൽ, മഹാപുരോഹിതൻ്റെ കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്ത് യേശുവിനെയും യേശുവിൻ്റെ ശിഷ്യന്മാരെയും ക്രിസ്തു പഠിപ്പിച്ച തത്വങ്ങളെയും പരിഹസിക്കുന്ന പരിഹാസികളുടെ നടുവിൽ ചെന്നിരിക്കേണ്ടതായിട്ട് പത്രോസിന് വന്നിട്ടുണ്ട്. എന്നാൽ പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മടങ്ങിവരവിൽ കൂടെ അവനെ കർത്താവ് യഥാർത്ഥ സ്ഥാനപ്പെടുത്തുന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് മുന്നേറുവാൻ നാം തീരുമാനിച്ചാൽ നിർബന്ധമായിട്ടും നാം ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ. ദുഷ്ടന്മാരുടെ ആലോചന, പാപികളുടെ വഴി, പരിഹാസികളുടെ ഇരിപ്പിടം. ഇത് 3ഉം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ നിലയിൽ തൻ്റെ ക്രിസ്ത്യ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്, അവനാണ് ഭാഗ്യവാൻ. അതാണ് റിയൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിൽ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ യഥാർത്ഥ അനുഗ്രഹം, ഭാഗ്യം എന്ന് പറയുന്ന യേശുവിൻ്റെ സെർമൺ ഓഫ് ദ മൗണ്ടൻ നാം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്. ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ? എന്താണ് യഥാർത്ഥ അനുഗ്രഹം? അതും ഈ സങ്കീർത്തനം കൂടെ ചേർന്ന് പഠിക്കുമ്പോൾ കുറെ കൂടെ നമുക്ക് അത്തരത്തിൽ ഉറപ്പുള്ള ചില ചിന്തകൾ നമുക്ക് ലഭിക്കുവാൻ കഴിയും. അങ്ങനെ ഭാഗ്യാവസ്ഥയിലേക്ക് എത്തുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇവിടെ ഒരു വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുക. ഇങ്ങനെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ദുഷ്ടന്മാരിൽ നിന്ന് അകന്ന് പാപികളുടെ വഴിയിൽ നിന്ന് വിട്ടുമാറി പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ദൈവവചനവുമായിട്ടും ദൈവത്തിൻ്റെ ന്യായപ്രമാണവുമായിട്ടും യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ ആറ്റരികത്താണ് നട്ടിരിക്കുന്നത്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, നമ്മെ നട്ടിരിക്കുകയാണ്. പഴയ നിയമം നാം പഠിക്കുമ്പോൾ, ഇല്ലെങ്കിൽ പ്രവാചക പുസ്തകം പഠിക്കുമ്പോൾ, ഞാൻ മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് ഞാൻ അതിനെ നട്ടു, അതിന് വളവിട്ടു,
ഞാൻ വെള്ളമൊഴിച്ചു. ഒരു വൃക്ഷത്തെ പരിപാലിച്ചു വരുന്നത് പോലെ ദൈവം ഓരോ വ്യക്തിയോടും ഇടപെടുന്ന ഒരു ചിത്രമാണിവിടെ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു, ഇല വാടുന്നില്ല. 104 സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ അവിടെ യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ എന്നൊരു വാക്യമുണ്ട്. ഇവിടെ പറയുന്നു ഭാഗ്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ദൈവവൈതൽ, ഒരു മനുഷ്യൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുകയാണ്. അപ്പൊ ആറ്റരികത്ത് നട്ടിരിക്കുന്നു, ലെബാനോനിൽ ദൈവം നട്ടിരിക്കുന്നു. ആറ്റരികത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ തക്ക കാലത്ത് അത് ഫലം കായ്ക്കും. അതിൻ്റെ ഇല വാടുന്ന സമയങ്ങൾ വളരെ ചുരുക്കമാണ്. കാരണം ഒരു വൃക്ഷത്തിന് ഏറ്റവും കൂടുതൽ വളരാൻ ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും വേർതിരിച്ച് മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ടുവന്ന് കനാൻ നാട്ടിലേക്ക് അവർക്ക് അവകാശവും നൽകി ദൈവം അവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കനാൻ നാട്ടിൽ അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്തു. അതിലാദ്യമായി വാഗ്ദത്തം ചെയ്തത് ഇഷ്ടം പോലെ കുടിക്കാനുള്ള വെള്ളമാണ്. നമുക്ക് ആവർത്തന പുസ്തകത്തിൽ ആ വാക്യം കാണാൻ കഴിയും. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ആ കാര്യം കൃത്യമായി സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. മിസ്രൈമിൽ നിന്ന് എടുത്ത ഈ മുന്തിരിവള്ളിയാകുന്ന ഇസ്രായേലിനെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് നടാൻ. അവർക്ക് ആവശ്യമുള്ളതെല്ലാം, അവർക്ക് വളരാനും പടരാനും ഫലം കായ്ക്കാനുമുള്ള എല്ലാ മൂലകങ്ങളും അടങ്ങിയ ഒരു നല്ല ദേശം. ഇവിടെ കൊലോസ്യ ലേഖനം ശ്രദ്ധിക്കണം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ധന്യനായ ശ്ലീഹ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. നമ്മെ നട്ടിരിക്കുന്നു. എവിടെയാണ്? ക്രിസ്തുവിലാണ് നമ്മെ നട്ടിരിക്കുന്നത്. നമുക്ക് വളരാനും പടരാനും ഫലം കായ്ക്കാനും എല്ലാ മൂലകങ്ങളും അടങ്ങിയ ഒരു നല്ല ദേശമായ ക്രിസ്തു. ഹല്ലേലൂയ. എത്ര പേര് ആ ഒരു വെളിപ്പാടിന്റെ തലത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ദേശം. ഇവിടെ സങ്കീർത്തനത്തിൽ പറയുന്നത് ആറ്റരികത്ത് നിട്ടിരിക്കുകയാണ്. അതായത് വെള്ളം, ആവശ്യത്തിന് വെള്ളമുള്ള ആ നദിയുടെ കരയിലാണ് നമ്മെ നട്ടിരിക്കുന്നത്. ജീവജലത്തിൻ്റെ ഉറവയായ ക്രിസ്തുവിനെ തന്നെയല്ലേ അവിടെ സങ്കീർത്തനക്കാരൻ സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ ഒരു ദേശമായി, ഒരു നല്ല ദേശമായി, എല്ലാ മൂലകങ്ങളുമുള്ള ഒരു നല്ല നിലമായി നാം കാണുമ്പോൾ അവിടെ നമുക്കുള്ളതെല്ലാം ഉണ്ട് എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തണം. കനാൻ നാട്ടിൽ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളമാണ്. അവിടെ കൊടുത്തിരിക്കുന്നു, അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. എന്താണ് ഈ വെള്ളത്തെക്കുറിച്ച് ആദ്യം പറയാൻ കാരണം? വല്ലാതെ ദാഹിച്ച് വലഞ്ഞു വന്നവരാ. 40 വർഷത്തെ മരുഭൂപ്രയാണത്തിൽ അവരേറ്റവും കൂടുതൽ അലഞ്ഞത് കുടിവെള്ളം തേടിയാണ്. ഷൂർ മരുഭൂമിയൊന്നും മറക്കാൻ കഴിയില്ല, മാറയൊന്നും അവർക്ക് മറക്കാൻ കഴിയില്ല. മാറയുടെ അനുഭവങ്ങൾ, അവിടുത്തെ കയ്പ്, ഏതെല്ലാം സുഖസമൃദ്ധി അനുഭവിച്ചാലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില ഏട് സമ്മാനിച്ച മാറ. എന്തായിരുന്നു പ്രിയരെ മാറയുടെ പ്രശ്നം? വെള്ളമില്ലാതിരുന്നതല്ല പ്രശ്നം. ആവശ്യത്തിന് വെള്ളമുണ്ട്, പക്ഷേ ഒരു തുള്ളി പോലും കുടിച്ചിറക്കാൻ കഴിയാതെ അവരുടെ ഉള്ളത്തെ കയ്പിച്ച് കളഞ്ഞ മാറ. ഞാൻ കുടിച്ചിട്ടുണ്ട് ആ സൈസ് വെള്ളം, കുടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കയ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയ്പല്ല, ശരിക്കും വേറൊരു അനുഭവം. ഒരു ചുണ്ണാമ്പിൻ്റെ, നമുക്ക് ഇറക്കാനും പുറത്തേക്ക് കളയാൻ പറ്റാത്ത, നമുക്ക് ഒരു തരിച്ചു നിൽക്കുന്ന ഒരു അനുഭവമാണ് ആ വെള്ളം. ഞാനത് വായിൽ കൊണ്ട് നോക്കിയിട്ടുണ്ട്. ഒരു തുള്ളി കുടിക്കാൻ കഴിയുന്നില്ല. ഇസ്രായേൽ മക്കൾ മോശയോട് പിറുപിറുക്കാൻ തുടങ്ങി. മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞപ്പോൾ നാം കാണുന്നത് ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് മുറിച്ചിട്ടപ്പോൾ
മാറയിലെ വെള്ളം മധുരമായി തീർന്നു. ഏതാണ് ഈ വൃക്ഷം? അവരുടെ കയ്പിനെ മധുരമാക്കിയ മുറിക്കപ്പെട്ട വൃക്ഷം. ലോകസ്ഥാപനത്തിനു മുമ്പ് നമ്മുടെ കയ്പിനെ മധുരമാക്കാൻ വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയ ക്രിസ്തു എന്ന ആ ജീവവൃക്ഷമല്ലേ അവിടെ മുറിക്കപ്പെട്ടത്? ഇതെപ്പോഴാണ് ഉണ്ടായി വന്നത്? ഈ കയ്പിനരികിൽ അവരെത്തുമ്പോഴും ആ വൃക്ഷം അവിടെ ഉണ്ട്. അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിൽ അന്നേരം മുളച്ചു വന്ന ഒരു സൊല്യൂഷൻ അല്ല അത്. അങ്ങനെ ആയിരുന്ന ഒരു ചെടിയുടെ ഇലയെന്നേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പുല്ല് പറിച്ചിടാനേ പറയത്തുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു വൃക്ഷമാണ് മുറിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഇത് എപ്പോ മുളച്ചു വന്നതാണ്? സ്വന്തം ജനമാകുന്ന ഇസ്രായേൽ കഷ്ടതയുടെ ചെളി ചവിട്ടിക്കുഴച്ച് ഊഴിയ വിചാരകന്മാർ നിമിത്തം അവർ കഠിനമായ കഷ്ടത അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ ആ നാളുകളിലെന്നോ എൻ്റെ ജനത്തിന് ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ടെന്നും അവർ ഈ കയ്പിനരികിലെത്തുമെന്നും ഈ കയ്പ് അവർക്ക് മധുരമാകുമെന്നും തൻ്റെ പരമജ്ഞാനത്താൽ അറിയുന്ന ദൈവം അവർ ചിന്തിക്കുന്നതിന് മുമ്പ് അവരുടെ കയ്പിനരികിൽ അവർക്ക് വേണ്ടി മുമ്പേ കരുതി വച്ചിരിക്കുന്ന ആ മധുരവൃക്ഷത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൻ്റെ കയ്പിൽ എനിക്കൊരു സൊല്യൂഷൻ ഇനി ഇല്ലേ, ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുകയാണോ, ഈ ആയുഷ്കാലം മുഴുവൻ ഈ കയ്പ് ഞാൻ കുടിച്ച് മുന്നേറേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എൻ്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ന് എനിക്ക് പറയുവാൻ കഴിയുന്നത്, എവിടെയാണോ നിങ്ങൾ കയ്പ് അനുഭവിച്ചത് അതിൻ്റെ തൊട്ടരികിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് ആ കയ്പിനെ മധുരമാക്കാൻ കഴിയുന്ന ഒരു വൃക്ഷം ദൈവം നട്ടു വളർത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, എല്ലാ കയ്പിനെയും മധുരമാക്കാൻ കഴിയുന്ന മുറിക്കപ്പെട്ട വൃക്ഷമായ യേശു കർത്താവാണ്. ആ മരണം, ആ മുറിവ് നമ്മുടെ കയ്പിനെ മധുരമാക്കിയ ആ ഒരു അനുഭവം ജീവിതത്തിൽ എത്രയോ വട്ടം നാം അനുഭവിച്ചു കഴിഞ്ഞു. എത്രത്തോളം ദാഹം അനുഭവിച്ചോ അവർക്ക് ദൈവം ആദ്യമായി വാഗ്ദത്തം ചെയ്യുകയാണ്, അത്രത്തോളം ദാഹം മാറ്റത്തക്ക നിലയിലുള്ള ഉറവുകളും തടാകങ്ങളും ഒക്കെ ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊഴുകി വരുന്നത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നുമാണ്. രണ്ട് ജീവിതാനുഭവങ്ങളാണ്, അല്ലെ ജീവിതത്തിൻ്റെ രണ്ട് അനുഭവങ്ങളാണ് ഇവിടെ കാണുന്ന താഴ്വരയും മലയും. താഴ്വരകൾ സങ്കടത്തെ കാണിക്കുന്നു, കുന്ന് അല്ലെങ്കിൽ മല സന്തോഷത്തെ കാണിക്കുന്നു. താഴ്വര കണ്ണുനീരിനെ കാണിക്കുന്നു, കുന്ന് ആശ്വാസത്തെ കാണിക്കുന്നു. താഴ്വര മരണത്തെ കാണിക്കുന്നു, കുന്ന് പുനരുദ്ധാനത്തെ കാണിക്കുന്നു. താഴ്വര രോഗത്തെ കാണിക്കുന്നു, കുന്ന് സൗഖ്യത്തെ കാണിക്കുന്നു. ഇത് രണ്ടും ജീവിതത്തിൽ ഉണ്ടാവണം. പാട്ടുകാരൻ പാടുന്നത് കേട്ടിട്ടില്ലേ? കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ. ഈ കണ്ണുനീർ താഴ്വരകളൊന്നും ആരും ഇഷ്ടപ്പെടുന്നതല്ല. മരണനിഴലിന്റെ താഴ്വരയും ആരും ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ദൈവം കരുതി വച്ചിരിക്കുന്ന ആ ഉറവ ഒഴുകി ഇറങ്ങണമെങ്കിൽ ഈ രണ്ട് അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായേ മതിയാകും. പമ്പയാറിനെ കാണുന്നത്, ഞങ്ങൾ കുമ്പനാട്ടുകാർ കാണുന്നത് കോഴഞ്ചേരി വെച്ചാണ്. പമ്പയാറിനെ എനിക്ക് സ്പർശിക്കാൻ പറ്റുമെങ്കിൽ കോഴഞ്ചേരിയിൽ വെച്ചോ ആറന്മുളയിൽ വെച്ചോ എനിക്ക് പമ്പയാറിനെ സ്പർശിക്കാം. അത് താഴ്വരയാണ്, പക്ഷെ അതിൻ്റെ ഉത്ഭവം അവിടെയല്ല. ആ ഉത്ഭവം തേടി ചെന്നാൽ ഞാൻ നിൽക്കുന്നത് ശബരിമലയ്ക്കപ്പുറത്ത് ഒരു കുന്നിൻ്റെ നെറുകയിൽ ഒരു ചെറിയ ഉറവയായിട്ട് ആരംഭിക്കുകയാണ്, ഒരു മലയുടെ മുകളിൽ നിന്ന്. ആ പമ്പയാറാണ് കുട്ടനാടിനെ സമൃദ്ധമാക്കുന്നത്, കേരളത്തിൻ്റെ നെല്ലറ. കുട്ടനാട് നനയപ്പെടുകയാണ്. പമ്പയാറ് വന്ന അച്ചൻകോവിലാറിനോടും മണിമലയാറിനോടും ചേർന്ന് അപ്പർ കുട്ടനാട്ടിൽ നിന്ന് അവർ ഒന്നിച്ചൊഴുകി കുട്ടനാടിനെ മുഴുവൻ ജലസമൃദ്ധമാക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കപ്പെടുന്നത് കുട്ടനാട്ടിൽ വെച്ചാണ്. പക്ഷെ അതിനെ നനയ്ക്കാൻ ഒരു പമ്പയാറില്ലെങ്കിൽ കുട്ടനാട് നനയത്തില്ല, നെല്ലറയാകത്തുമില്ല. ആ പമ്പയാറിന് ഒഴുകി ഇറങ്ങാൻ താഴ്വരകളുള്ളത് കൊണ്ടാണ് അത് കുട്ടനാടിനെ നനയ്ക്കുന്നത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന താഴ്വരകൾ അത് തകർത്ത് കളയാനല്ല, നമ്മെ ഇല്ലാതാക്കാനല്ല. ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ജീവജലത്തിൻ്റെ നദികൾ മറ്റുള്ളവർക്ക് നനവായും അവർക്ക് ആശ്വാസമായും തണുപ്പായും അവരിലേക്ക് ഒഴുകിയിറങ്ങണമെങ്കിൽ അതിനൊഴുകാൻ താഴ്വരകൾ ഉണ്ടായേ മതിയാകൂ. ദൈവം അനുവദിക്കുന്ന താഴ്വരകളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. കർത്താവേ, ദുഃഖത്തിൻ്റെതായിരുന്നെങ്കിലും സങ്കടത്തിൻ്റെതായിരുന്നെങ്കിലും
രോഗത്തിൻ്റെതായിരുന്നെങ്കിലും അത് മരണത്തിൻ്റെതായിരുന്നെങ്കിലും ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങളിലെ ജീവജലത്തിൻ്റെ ഉറവ അനേകരിൽ തണുപ്പായി ആശ്വാസമായി ഒഴുകി പടരാൻ കാരണമായത് ആ താഴ്വരകളാണ്. ദൈവത്തിൻ്റെ താഴ്വരകൾക്കായി സ്തോത്രം ചെയ്യാം. ഹാനോക്കിനെ കുറിച്ച് നാം ദൈവജനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവിടെ നടന്നു എന്നിടത്ത് കൊടുത്തിരിക്കുന്ന എബ്രായ പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കയറിയും ഇറങ്ങിയും നടന്നെന്നാണ്. ദൈവം ഒരുക്കിയ താഴ്വരകളിൽ ഇറങ്ങിയും ദൈവം നൽകിയ കുന്നുകൾ കയറിയും ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് 365 വർഷം ഈ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ ആയുസ് ലഭിച്ച ആ ഭക്തൻ കയറിയും ഇറങ്ങിയും നടന്നു തീർത്തു ദൈവത്തിൻ്റെ കൂടെ. എപ്പോഴും പോസിറ്റീവ് മാത്രം ആഗ്രഹിക്കുന്നവരുണ്ട്, നെഗറ്റീവ് എല്ലാം സാത്താൻ കൊണ്ടിരുന്നതെന്ന് പറയുന്നതുണ്ട്. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ എനിക്ക് പറയുവാൻ കഴിയുന്നതല്ല, ദൈവം അനുവദിക്കുന്ന ചിലതുണ്ട്. അത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ഈ നദി അനേകർക്ക് ആശ്വാസമായി മാറണം. ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, ഞാൻ താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും അവിടെ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. ക്രിസ്തുവിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് പറയുന്നത്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു കർത്താവും പറഞ്ഞത് അത് തന്നെയാണ്: ദാഹിക്കുന്നവർ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇവിടെ വളരാൻ ആവശ്യമായിട്ടുള്ള ഒന്നാമത്തെ ഘടകം ജീവജലം. ആറ്റരികത്ത് നട്ടിരിക്കുന്ന, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന, ഇലവാടാത്ത വൃക്ഷങ്ങളായി ദൈവം നമ്മെ നട്ടിരിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ ഒരിക്കലും നമുക്ക് ജലത്തിന് ക്ഷാമമില്ല. ശബരിയാക്കാരി സ്ത്രീയൊക്കെ അതിൻ്റെ തെളിവുകളാണ്. ആ ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ട്. അടുത്തത് ലെബാനോനിൽ നട്ടിരിക്കുന്ന വൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നു. ഇവിടെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. ഇഷ്ടം പോലെ ജലസമൃദ്ധമായ ആറ്റരികത്ത്. എന്നാൽ ലെബാനോനിൽ നിൽക്കുന്ന ദേവദാരുക്കൾ, സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. 104 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യമാണ്. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. എന്താണ് ഈ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരാൻ കാരണം? ശലോമോൻ ആലയം പണിതപ്പോൾ ഹീരാം ആലയം പണിക്ക് വേണ്ടി മുറിച്ച് അവിടെ കൊണ്ട് എത്തിച്ചു കൊടുത്തത് ലെബാനോനിലെ ദേവദാരുക്കളാണ്. 145 അടി ഉയരവും 2.5 മീറ്റർ വണ്ണവും 2000 വർഷത്തെ ആയുസ് വരെ നിൽക്കുന്ന നിൽപ്പിൽ, മുറിച്ചിട്ടതിന് ശേഷമല്ല, നിൽക്കുന്ന നിൽപ്പിൽ തല ഉയർത്തി 2000 വർഷം വളരുന്ന ആയുസുള്ള വൃക്ഷങ്ങളാണ് ലെബാനോനിലെ ദേവദാരുക്കൾ. കോണിഫറസ് വിഭാഗത്തിൽപ്പെട്ടത്. കോണിഫറസ് എന്താണ് അതിൻ്റെ പ്രത്യേകത? നീഡിൽ ടൈപ്പാണ് അതിൻ്റെ ഇലകൾ. നീഡിൽ, സൂചി പോലിരിക്കും. ചൂള, കാറ്റാടി, ഇതെല്ലാം ആ കോണിഫറസ് സസ്യവിഭാഗത്തിൽപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, വേനൽ കടുക്കുമ്പോൾ, മഞ്ഞുകാലത്തിനൊക്കെ മുമ്പ്, വേനൽ കടുക്കുന്നതിന് മുമ്പ് ഒട്ടുമിക്ക വൃക്ഷങ്ങളും ഇല പൊഴിക്കും. കാരണം ഇലകളിൽ കൂടെ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് തടയുന്നതിന് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സംരക്ഷണമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇല പൊഴിച്ച് കളയുക. എന്നാൽ ഈ നീഡിൽ ടൈപ്പ്, സൂചി പോലത്തെ ഇലയുള്ള ഒരു വൃക്ഷത്തിനും ഇല പൊഴിക്കേണ്ടി വരത്തില്ല. ഇല പൊഴിക്കാതെ തന്നെ അതിന് ആ ജലം അവിടെ സംരക്ഷിക്കാൻ കഴിയും. കാരണം ഇലകളിൽ കൂടെ നഷ്ടപ്പെടുന്നില്ല ജലാംശം. ലെബാനോനിലെ ദേവദാരു കോണിഫറസ് വൃക്ഷ കുടുംബത്തിലെയാണ്. നമുക്കറിയാം, പലസ്തീൻ നാടിനെ കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത്, കാറ്റുകളുടെ നാടാണ് പലസ്തീൻ. വർഷത്തിലെ 12 മാസങ്ങളും പലവിധ കാറ്റുകൾ അടിക്കുന്ന ഒരു സ്ഥലമാണ് പലസ്തീൻ നാട്. തെക്കൻ കാറ്റ്, വടക്കൻ കാറ്റ്, കിഴക്കൻ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ്, ഈശാനമൂലൻ, മന്ദമാരുതൻ തുടങ്ങി എല്ലാ മാസവും ഏതെങ്കിലുമൊക്കെ ഒരു കാറ്റ് അടിക്കാത്ത മാസങ്ങളില്ല. ഇത് കൂടാതെ ആഫ്രിക്കൻ വനാന്തരങ്ങൾ കടന്നു വരുന്ന ഒരു ടൊർണാഡോ വിഭാഗത്തിൽപ്പെട്ട ഒരു കാറ്റുണ്ട്. അതിൻ്റെ പേര് ലാവണ്ടർ എന്നാണ്. ലാവണ്ടർ അതൊരു പൂവിൻ്റെ പേരാ. വൃക്ഷങ്ങളെ എറിഞ്ഞുകൊണ്ട് പോകാൻ ശക്തിയുള്ള കാറ്റാണ് ടൊർണാഡോ വിഭാഗത്തിൽപ്പെട്ടത്. നമ്മുടെ പെരുമൺ ദുരന്തത്തിൽ ഇന്നും ഉത്തരമില്ലാത്ത കാര്യമായിട്ടും അതിന് അധികാരികൾ കൊടുത്തിരിക്കുന്ന വിശദീകരണം അവിടെ ടൊർണാഡോ അടിച്ചെന്ന, ഒരു ട്രെയിനെ പോലും പിഴുതെടുത്ത് കളയത്തക്ക നിലയിലുള്ള ശക്തിയുള്ള കാറ്റ്. ഈ കാറ്റുകളെല്ലാം ഒന്നിനുമീതെ ഒന്നായി പലസ്തീൻ നാട്ടിൽ എല്ലാ മാസവും, വർഷത്തിലെ ഏത് മാസവും ഇങ്ങനെ മാറി മാറി അടിക്കും. ഏത് കാറ്റ് ഭൂമിയിൽ അടിച്ചാലും താഴ്വാരങ്ങളിൽ ആ കാറ്റ് എത്തുന്നതിന് മുമ്പേ
കുന്നിൻ്റെ നെറുകയിലായിരിക്കും അത് ആദ്യം വീശുന്നത്. ഞാൻ ഹൈറേഞ്ച് ജനിച്ചു വളർന്നയാളാണ്, ഇതൊക്കെ നോക്കിക്കണ്ട് പഠിച്ചിട്ടുണ്ട്. കുന്നിൻ്റെ നെറുകയിൽ കാറ്റടിച്ചതിന് ശേഷമാണ് ആ കാറ്റ് താഴ്വാരങ്ങളിലേക്ക് വരുന്നത്. എല്ലാ മാസവും ടൊർണാഡോ ഉൾപ്പെടെയുള്ള കാറ്റുകൾ മാറി മാറി വീശുന്ന ഈ കുന്നിൻ്റെ നെറുകയിൽ, ഈ പർവ്വതത്തിൽ 2000 വർഷം എങ്ങനെ ഒരു വൃക്ഷത്തിന് തല ഉയർത്തി നിൽക്കാൻ കഴിയും? എങ്ങനെ 145 അടി ഉയരെ വളരാൻ കഴിയും? എങ്ങനെ അതിന് ഇത്രയും വലിപ്പമുണ്ടാകും? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദൈവം നട്ടതാണ്. കാറ്റുകളോട് തൈപ്രായം തൊട്ട് പൊരുതി വളരുകയാണ്. അതിനാവശ്യമുള്ള ജലം ആ കുന്നിൻ്റെ നെറുകയിൽ അതിൻ്റെ വേരുകൾ അന്വേഷിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ദൈവം നട്ട വൃക്ഷങ്ങളാണ് നാം ഓരോരുത്തരും. സഭയാം തോട്ടത്തിൽ നടുതലകളായി നമ്മെ നട്ടിരിക്കുമ്പോൾ ആറ്റരികത്തോ കുന്നിൻ്റെ നെറുകയിലോ ഒക്കെ ആയിക്കോട്ടെ, എവിടെയാണോ ദൈവം നമ്മെ അവിടെ ആക്കി വെച്ചിരിക്കുക, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തഴച്ചും പുഷ്ടിവെച്ചും ഇല തളിർത്തും നിൽക്കാൻ മാത്രമല്ല, കുന്നിൻ്റെ നെറുകയിൽ പ്രതികൂലങ്ങളോട് പോരാടി 2000 വർഷം തല ഉയർത്തി 145 അടി വളർന്നു കയറിയ വൃക്ഷങ്ങളെ അഭിഷിക്തൻ ആലയത്തിൻ്റെ പലകകളായി ഉപയോഗിക്കും, ആലയത്തിൻ്റെ തൂണുകളായി ഉപയോഗിക്കുന്നു. എന്നും ആറ്റരികത്ത് നിൽക്കാൻ മാത്രമല്ല, സാഹചര്യങ്ങളോട് പ്രതികൂലങ്ങളോട് പോരാടി നാം വളർന്നു കയറിയാൽ നിശ്ചയമായിട്ടും നമ്മെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ തൂണുകളാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, ആ രാജ്യത്തിന് വേണ്ടി, അതിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി അധ്വാനിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രതികൂലങ്ങളോട് പോരാടി ജയിക്കുന്നവരെയാണ് ആലയത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇടയിൽ ആറ്റരികത്ത് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അതൊക്കെ തഴച്ചും തളിരിട്ടും അവിടെ നിൽക്കുമ്പോൾ പ്രതികൂലങ്ങളോട് പോരാടി തല ഉയർത്തി വളർന്നതിനെ ഒക്കെ ദൈവം ആലയത്തിൻ്റെ പണിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്കും അങ്ങനെ ഒരു തൂണ? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകും. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിൻ്റെ തൂണുകളാക്കും, ഒരിക്കലും അവൻ അവിടെ നിന്ന് പോകുകയില്ല. ഈ സങ്കീർത്തനത്തിൽ ഇലവാടാത്ത വൃക്ഷം പോലെ, തക്ക കാലത്ത് ബലം കൊടുക്കുന്ന വൃക്ഷം പോലെ മാത്രം നിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമല്ല. ആലയത്തിൻ്റെ തൂണുകളായി രൂപപ്പെടത്തക്ക നിലയിൽ ദൈവം നമ്മെ സാഹചര്യങ്ങളോട് പോരാടി ജയിക്കത്തക്ക നിലയിൽ ആത്മബലവും ആത്മശക്തിയും തന്ന് നിറച്ച് നമ്മെ നിർത്തിയിരിക്കുന്നത് എവിടെയാണോ അവിടെ വിശ്വസ്തരായി നമുക്ക് വളരാം. അതിന് ഈ വചന പഠനം, ഈ വചന കേൾവി കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്.